നമ്മുടെ നാട്ടിലെ ആളുകളുടെ വിചിത്രമായ കുറേ ദുരാചാരങ്ങളെ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ചോറെന്ന് പറയുന്ന സാധനം കഴിക്കില്ല, അതിന് പകരം 4-5 ചപ്പാത്തി കഴിക്കുന്നു. കൊളസ്ട്രോൾ കൂടുമെന്ന് കരുതി പാലുൽപ്പന്നങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക, പക്ഷേ കട്ടൻ ചായക്കകത്ത് മധുരം ഇട്ട് മാത്രമേ കുടിക്കത്തുള്ളൂ. കൊളസ്ട്രോൾ കൂടുമെന്ന് കരുതി മുട്ടയെ തൊടത്തില്ല, പക്ഷേ 4 മണിയാകുമ്പോൾ ഒരു എണ്ണക്കടി നിർബന്ധമാണ്. അതുപോലെ മുട്ടിന് വേദന ഉണ്ടെങ്കിൽ രാവിലെ എണീറ്റ് നടക്കാൻ പോകും, പക്ഷേ ആ മസിൽ ഒന്ന് സ്ട്രെങ്തൻ ചെയ്ത് എക്സസൈസ് ചെയ്ത് അതിനെ ബലപ്പെടുത്തുക എന്നുള്ളത് ചെയ്യത്തേയില്ല. അതുപോലെ ചായയിൽ ഷുഗർ ഉപയോഗിക്കുന്നത് ഹെൽത്തി അല്ലെന്ന് കരുതി വാരിക്കോരി ശർക്കര ഇട്ട് ചായ കുടിക്കുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ എന്തൊക്കെ ഫുഡ് കഴിച്ചാലും എൻഡ് ഓഫ് ദി ഡേ നിങ്ങളുടെ ബോഡിയിലേക്ക് എത്ര ന്യൂട്രീഷൻ ചെന്നു, നിങ്ങളുടെ ബോഡിയിലേക്ക് എത്ര കാലറി ചെല്ലുന്നു, അതായത് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഫാറ്റ്, ഇതെത്ര ചെന്നെന്ന് മാത്രമേ ബോഡി കണക്കാക്കുന്നുള്ളൂ. അതുപോലെ ചപ്പാത്തിയിലും റൈസിലും അടങ്ങിയിരിക്കുന്ന സെയിം കാർബോഹൈഡ്രേറ്റ്സും സെയിം കാലറിയാണ്. മിൽക്കിൽ വെറും 1%, അതായത് 5 മില്ലിഗ്രാം മാത്രമാണ് കൊളസ്ട്രോൾ ഉള്ളത്. അതുപോലെ മുട്ടയിൽ കൊളസ്ട്രോൾ ഉണ്ടെങ്കിലും ധാരാളം ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസും എക്സിലുണ്ട്. അത് മാത്രമല്ല ഡയറ്ററി കൊളസ്ട്രോളും ബ്ലഡ് കൊളസ്ട്രോളും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻ ഇല്ലെന്നാണ് പുതിയ സ്റ്റഡി പറയുന്നത്. അതിന് പകരം ചോറ് മാറ്റി ചപ്പാത്തിയാക്കിയാൽ വണ്ണം കുറയോ, മുട്ടയും പാലും മാറ്റിയാൽ കൊളസ്ട്രോൾ കുറയോ ചെയ്യില്ല. കൺക്ലൂഷൻ ഇതാണ്, നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷനും ബോഡി ടൈപ്പിനും അനുസരിച്ചാണ് നിങ്ങളൊരു ഡയറ്റും വർക്കൗട്ട് പ്ലാനും സെറ്റ് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്കറിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണലിന്റെ സഹായം കൂടിയേ തീരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, നമ്മളൊരു 6 മാസം ജിമ്മിൽ പോയി അതുപോലെ കുറച്ച് യൂട്യൂബ് വീഡിയോസും ഇൻസ്റ്റാഗ്രാം വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഫിറ്റ്നസിനെ കുറിച്ച് എല്ലാം പഠിച്ചു എന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ മനസ്സിൽ വരും. പക്ഷേ ആ തെറ്റിദ്ധാരണ നിങ്ങൾക്ക് മാറണമെങ്കിൽ മിനിമം നിങ്ങളൊരു 5 വർഷമെങ്കിലും വർക്കൗട്ട് ചെയ്തിരിക്കണം. കാരണം ഫിറ്റ്നസ് എന്ന് പറയുന്നത് പഠിച്ചാലും സംശയം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്.